ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇന്നത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കറണ്ട് സിറ്റുവേഷന് വേണ്ടിയിട്ടൊരു കാർഡ് എടുത്ത് വെക്കണം. കറണ്ട് സിറ്റുവേഷന് വേണ്ടിയിട്ടൊരു കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസും നമുക്ക് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും നമ്മൾ എന്താണെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങൾ കാണുന്നല്ലോ 6 ഓഫ് വാൺസ് എന്ന ഫയർ എലമെൻറ്റിൻ്റെ മൈനർ ആർക്കാന കാർഡും ഒരു മെയിൽ എനർജി കാർഡുമാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കാർഡ് നമുക്ക് നൽകുന്ന സൂചനകൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. യാഥാർത്ഥ്യത്തിനെ കുറിക്കുന്നതാണ് ഈ കാർഡ്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമായാലും അതിൽ നിങ്ങൾക്ക് വിജയം തീർച്ചയായും ഉണ്ടാകും. പക്ഷേ ജീവിതം ആസ് യൂഷ്വൽ റൊട്ടീൻ അനുസരിച്ച് നടക്കും, മാറ്റമില്ലാതെ തന്നെ. ഇപ്പം നിങ്ങൾ ഗവൺമെൻറ് ജോബ് ആണെങ്കിൽ നിത്യവും എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ പോകും. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിങ്ങൾക്കിന്ന് പ്രശംസ ലഭിക്കുവാൻ സാധ്യതയുള്ളതായി കാണുന്നു. ആ ഫീൽഡിൽ നിങ്ങൾ ഉന്നതിയിലെത്തുമെന്നും ഈ ചിത്രം സൂചിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നില്ലേ, ചുവന്ന വസ്ത്രം ധരിച്ച് കുതിരപ്പുറത്ത് പോകുന്ന ഒരാൾ. അത് അദ്ദേഹത്തിൻ്റെ ആ വസ്ത്രത്തിനെ കുറിക്കുന്നത് നിങ്ങളുടെ പാഷനെയാണ് അത് കുറിക്കുന്നത്. തലയിലെ കിരീടം, ആ വാൺസിൽ കാണുന്ന റീത്തൊക്കെ വിജയത്തിൻ്റെതാണ്. വെള്ളക്കുതിര പരിശുദ്ധിയെയും കുറിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ന് നിങ്ങൾ എന്തിലിറങ്ങിയാലും നിങ്ങൾക്ക് അഭിമാനവും വിജയവും ലഭിക്കും എന്നാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ പൂർണ്ണമായും സക്സസ്സിലെത്തും എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. കണ്ടോ, നല്ലൊരു കാർഡാണ്. 10 ഓഫ് കപ്സ് എന്ന കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ജലതത്വത്തെ കുറിക്കുന്ന കാർഡാണ്. ഒരു മൈനർ കാർഡാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, ഒരു കുടുംബം സന്തോഷപൂർവ്വം തങ്ങളുടെ വിജയം ആഘോഷിക്കുകയാണ്. അവർ യൂണിവേഴ്സിനോട് നന്ദി പറയുകയാണ്. മുകളിൽ മഴവില്ലിൻ്റെ ഉള്ളിൽ കാണുന്ന 10 കപ്പുകൾ ഇതിൻ്റെ വിജയത്തിനെയാണ് ഇത് കുറിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് 6 എന്ന നമ്പർ യാഥാർത്ഥ്യത്തിനെ കുറിക്കുന്നുണ്ടെങ്കിൽ ഈ 10 എന്ന നമ്പർ സബലീകരണത്തിനെയാണ് കുറിക്കുന്നത്. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് സബലീകരണത്തിലേക്ക് എത്തുന്നതായിട്ടാണ് സാധിക്കുന്നത്. സന്തോഷിക്കാനാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയുന്നത്. കുടുംബ ഐക്യം നിലനിർത്തി മുന്നോട്ട് പോവുക. വൈകാരിക പൂർത്തീകരണം ഇന്നുണ്ടാകും. സംതൃപ്തി ഇവയൊക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ സന്തോഷപൂർവ്വം കുടുംബവുമായി സന്തോഷം പങ്കിടുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായി സന്തോഷം പങ്കിടുക. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ടാകും. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.